അമേരിക്ക ഇറാനുമേൽ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന പുതിയ സാമ്പത്തിക ഉപരോധ പദ്ധതികളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി രംഗത്തെത്തിയിരിക്കുകയാണ്. അതേ വിഡിത്തം വേറെ ചില ഭീഷണിപ്പെടുത്തലുകാർ എന്ന പരാമർശത്തോടെയാണ് അമേരിക്കൻ നീക്കങ്ങളെ അദ്ദേഹം പരിഹസിച്ചത്. അമേരിക്കയിൽ ഏതു ഭരണകൂടം അധികാരത്തിൽ വന്നാലും ഇറാനോടുള്ള ശത്രുതാപരമായ നയങ്ങളിൽ മാറ്റമില്ലെന്നാണ് അരാഗ്ചി ചൂണ്ടിക്കാണിക്കുന്നത്. ട്രംപ് ഭരണകൂടം തങ്ങൾക്കെതിരെ വൻ സാമ്പത്തിക ഉപരോധങ്ങൾക്ക് പദ്ധതിയിടുന്നു എന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വാഷിംഗ്ടൺ ആസൂത്രണം ചെയ്യുന്ന പുതിയ നടപടി ഓപ്പറേഷൻ എക്കണോമിക് ഫ്യൂറി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ എണ്ണ വ്യാപാരത്തെ പൂർണ്ണമായും തകർക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇറാന്റെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കും അവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന അന്താരാഷ്ട്ര കമ്പനികൾക്കും മേൽ കടുത്ത ദ്വിതീയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ഈ പദ്ധതിയിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നുണ്ട്. ചൈന, ഇന്ത്യ തുടങ്ങിയ വൻകിട ഏഷ്യൻ രാജ്യങ്ങളിലെ പ്രമുഖ കമ്പനികളെയാണ് ഈ പുതിയ ഉപരോധ ഭീഷണി പ്രധാനമായും ബാധിക്കാൻ പോകുന്നത്. ഇറാന്റെ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന രാജ്യങ്ങളാണ് ഇവ. ഇത്തരം രാജ്യങ്ങളിലെ ബാങ്കുകൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ ഇറാന്റെ വരുമാന മാർഗങ്ങൾ പൂർണ്ണമായും അടച്ചു പൂട്ടാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം. ഇത് ആഗോള എണ്ണ വിപണിയിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ പതിറ്റാണ്ടുകളായി അമേരിക്ക തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ക്ഷതമേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും രാജ്യത്തെ കീഴടക്കാൻ അവർക്കായിട്ടില്ലെന്ന് അരാഗ്ചി വാദിക്കുന്നുണ്ട്. ഭീഷണികൾക്ക് വഴങ്ങുന്ന ചരിത്രം ഇറാൻ ഇല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുടെ ഉപരോധ തന്ത്രങ്ങൾ പൂർണ്ണ പരാജയമാണെന്നാണ് ഇറാന്റെ നിലപാട്. ഇത്രയും കാലത്തെ ഉപരോധങ്ങൾ കൊണ്ട് ഇറാന്റെ രാഷ്ട്രീയ നിലപാടുകളിലോ വിദേശ നയത്തിലോ മാറ്റം വരുത്താൻ വാഷിംഗ്ടണിന് സാധിച്ചിട്ടില്ലെന്ന് അരാഗ്ചി അവകാശപ്പെട്ടു. മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരായ ബരാക് ഒബാമയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും കാലത്ത് നടപ്പിലാക്കിയ കടുത്ത ഉപരോധങ്ങളെയും അദ്ദേഹം പരാമർശിച്ചു. ഏതു പാർട്ടി ഭരിച്ചാലും അമേരിക്കൻ നയം ഇറാനെ തകർക്കാൻ മാത്രമുള്ളതാണെന്ന് അദ്ദേഹം ആരോപിച്ചു. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ ഇറാൻ തയ്യാറെടുക്കുകയാണ്. ഉപരോധങ്ങളെ മറികടക്കാൻ റഷ്യ, ചൈന തുടങ്ങിയ സൗഹൃദ രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട്. വ്യാപാര പങ്കാളികൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ആഗോള സാമ്പത്തിക സ്ഥിരതയെ ബാധിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭരണകൂടം അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇറാന് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് മധ്യപൂർവേഷ്യൻ മേഖലയിലെ പിരിമുറുക്കം കൂടുതൽ സങ്കീർണമാക്കുകയാണ്. US നടപടികൾ ഇറാന്റെ ആഭ്യന്തര വിപണിയിൽ പണപ്പെരുപ്പവും പ്രതിസന്ധികളും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ആഭ്യന്തര ഉൽപാദനവും ബദൽ വ്യാപാര മാർഗങ്ങളും കണ്ടെത്തി അതിനെ പ്രതിരോധിക്കുകയാണ് രാജ്യം. അമേരിക്കൻ സമ്മർദ്ദത്തിന് മുൻപിൽ കീഴടങ്ങാൻ ഇറാൻ ഒരുക്കമല്ലെന്ന് വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം വ്യക്തമാക്കുന്നുണ്ട്. നയതന്ത്ര തലത്തിലുള്ള ഏറ്റുമുട്ടലുകൾ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വാഷിംഗ്ടണിന്റെ ഉപരോധ തന്ത്രങ്ങൾ ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന് മുൻപിൽ ഫലപ്രദമാകുന്നില്ല എന്ന സന്ദേശമാണ് അബ്ബാസ് അരാഗ്ചി നൽകുന്നത്. ആഗോള ശക്തികളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കിടയിലും സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് ഇറാന്റെ തീരുമാനം.